അപ്പോൾ ഇപ്പം നമ്മൾ ഷൂട്ടിന് പോകുമ്പോൾ അവിടെ പാട്ട് തന്നെയാണ്, റെക്കോർഡിങ്സ് പാടുന്നുണ്ട്. പക്ഷെ സ്റ്റേജ് ഷോസ് എന്ന് പറഞ്ഞാൽ അധികം പണ്ടത്തെ പോലെ ചറപറാന്ന് ഓടി നടന്ന് പാടുന്നില്ല. അപ്പോൾ ആ ഒരു കുറവ് മേ ബി ശ്വേത ഇങ്ങനെ പോകുന്നത് കൊണ്ട് അത് ഞാൻ അറിയുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും എനിക്ക് വേറെ മനസ്സിനൊരു ദുഃഖമൊന്നും വരാത്തത്. ഷീസ് ടേക്കിംഗ് അപ്പ് ആ ഒരു റോഡ് ജേണി. ദ മോസ്റ്റ് ലേണിംഗ് ഈ 3 കമ്പോസേഴ്സിൻ്റെ അടുത്ത് ഷോസിൽ പാടുമ്പോൾ ലേണിംഗ് ഇസ് ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഏറ്റവും ലേണിംഗ് ഉള്ള എക്സ്പീരിയൻസ് ഭയങ്കര തന്നെയാണ്. സ്റ്റേജ് എന്ന് പറയുമ്പോൾ പറയാ ശ്വേത പറയാം, ഓരോ ഈ 3 പേരും ഡിഫറെന്റ് ആണ് ഓൺ സ്റ്റേജ്. ആൻഡ് അവര് കോംപ്രമൈസ് ചെയ്യാത്ത 3 ലെജൻസ് ആണ്. സിംഗിങ് ഞാൻ സിംഗറായിട്ട് പറയാണ്. അഫ്കോഴ്സ് മ്യൂസിക്കിൽ അവർ ഓരോ മ്യൂസിഷ്യൻസും നിങ്ങൾ യൂട്യൂബിൽ കണ്ടു കാണും, ഓരോ മ്യൂസിഷ്യൻസിൻ്റെ അടുത്തുനിന്ന് എത്രത്തോളം പെർഫെക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഒരു സിംഗറായിട്ട് 3 പേരും ശ്രുതി ആയാലും ശരി, വാക്കുകളായാലും ശരി, അതിൻ്റെ ഡെലിവറി ആയാലും ശരി, ബ്രെത്ത് എടുക്കുന്ന സ്ഥലമായാലും ശരി, അവർ 3 പേരും വെരി പർട്ടിക്കുലർ ദാറ്റ് ഇറ്റ് ഷുഡ് ബി ദ ബെസ്റ്റ്. ആൻഡ് നമ്മുടെ അടുത്തുനിന്ന് ബെസ്റ്റ് ഷോയിലും കിട്ടാൻ വേണ്ടി അവർ നമ്മുടെ അടുത്ത് തരുന്ന ടിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, എസ്പെഷ്യലി രാജാ സാറൊക്കെ. ഞാൻ രാജാ സാറിന്റെ സ്റ്റേജിൽ പാടിയിട്ടേ ഇല്ല. പണ്ടൊരു പ്രോഗ്രാമിന് ഇവിടെ ചെന്നൈയിൽ ഞങ്ങൾ എല്ലാവരും, ചിത്ര, സ്വർണലത, ഞാൻ, അന്ന് രേവതി നടത്തിയ ഒരു ഷോ ആണെന്ന് തോന്നുന്നു. അന്ന് രാജാ സാർ എന്നെ കമ്പോസ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഒരു മെഴുകുതിരിയൊക്കെ വെച്ച് പാടിയൊരു പാട്ടുണ്ട്. ആ ഒരു സ്റ്റേജ് അല്ലാതെ ഞാൻ രാജാ സാറിൻ്റെ സ്റ്റേജ് ഷോ പാടിയിട്ടേ ഇല്ല. വിദ്യാജിയുടെ പണ്ട് സിംഗപ്പൂരൊക്കെ പാടിയിട്ടുണ്ട്, പിന്നെ പാടിയിട്ടില്ല. റഹ്മാൻ്റെ പിന്നെ കുറച്ച് പാടിയിട്ടുണ്ട്. പക്ഷെ ആ റഹ്മാൻ അല്ല ഇപ്പോഴത്തെ റഹ്മാൻ ഓൺ സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അന്നൊന്നും നമ്മൾ ഡ്രസ്സും അതൊന്നും നോക്കില്ല. നമ്മളൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഇപ്പോഴല്ലേ ഓരോ അറ്റയർ, ആ സ്റ്റേജിൽ ആ കളർ കറക്റ്റ് ആയിരിക്കണം, ഓരോ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന. റഹ്മാൻ സാർ ഇപ്പോഴാണ് കുറച്ചും കൂടി ഫ്രീ, ലൈക്ക് വെരി ഓഡിയൻസ് ഫ്രണ്ട്ലി. ഐ തിങ്ക് ഹി വാസ് വെരി. റഹ്മാൻ സാറിന്റെ പാട്ട് ഇപ്പോൾ കുനുകുനു തുടങ്ങാൻ പറ്റി. അതേപോലെ വിദ്യാസാഗർ സാർ വന്നിട്ട് മലയാളത്തിൽ ചെയ്യുന്ന അഴകി രാവണില് പ്രണയമണി, അതൊരു ബ്രേക്കിംഗ് സോങ് ആയിരുന്നു. അങ്ങനെ ഒരു മഴ, ഇപ്പോൾ മഴയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ സാറ് തന്നെ പറയിപ്പിച്ച് എഴുതിച്ചതാണ് കൈതപ്രം സാറിനോട്, മഴ മഴ മഴ. അപ്പോൾ ആദ്യാനുരാഗ രാമഴ എന്ന് പറയുന്ന ഒരു പ്രയോഗവും കൊണ്ടുവന്നു, രാത്രിയുടെ മഴയെ കൊണ്ടുവന്നു. അങ്ങനെ ചില പ്രയോഗങ്ങളൊക്കെ കൈതപ്രത്തിനെ കൊണ്ട് വരുത്തിച്ചത് വിദ്യാസാഗർ സാറാണെന്ന് പറയില്ലേ. അതേപോലെ ആ പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ ശരിക്കും അറിയാവോ പാട്ട് എന്ന് പാടാൻ? പിന്നെ അല്ല, പാടി സ്റ്റേജിൽ പാടുന്നുണ്ടല്ലേ? പിന്നെ എല്ലാ ഷോയിലും പാടുന്ന പാട്ടല്ലേ. ഇൻഫാക്ട് ഞങ്ങളൊരു ഗെയിം കളിക്കും ഷോ. ഈ പാട്ട് പാടുന്നതിന് മുമ്പേ ഞാൻ ഗെയിം എന്താന്ന് വെച്ചാൽ ഞാൻ എത്ര മഴ പാടുന്നു അത് സ്റ്റൈല് നോക്കൂ. അതെ, എത്ര മഴകൾ വരുന്നു അത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഷോയിൽ നോക്കി വെക്കും. അതെ, നമുക്കിപ്പോ നോക്കാം മഴ. അല്ല, അപ്പൊ മാറ്റിയാ മതി. അതിൽ എത്ര സംഗതികളുണ്ടെന്ന്, മഴയ്ക്ക് എത്ര രൂപത്തിൽ പാടിക്കുന്നു എന്ന് ചോദിച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ ഒരു പാട്ട് ശ്രദ്ധിക്കേണ്ടത് തന്നോയല്ലേ. പാടിക പാടിക. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, ആദ്യാനുരാഗ രാമഴ. അതൊരു സെൻസേഷൻ ആയിരുന്നു ആ പാട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടം മാത്രമല്ല, ഇപ്പോഴും നമ്മൾ ഈ ആഘോഷ പാട്ടുകളുടെ കൂട്ടത്തിൽ കൂട്ടുന്ന ഒരു പാട്ടാണ്. അതായത് എപ്പോ സ്റ്റേജിൽ പാടിയാലും നല്ല റെസ്പോൺസ് കിട്ടുന്ന പാട്ടാണ് അത്. പക്ഷെ പാടിയപ്പോഴേ നമുക്ക് മനസ്സിലൊരു ഇതായിരുന്നു, ഇത് സിനിമ ടേക്ക് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഈ പാട്ട് ഹിറ്റാവും നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം ഭയങ്കര വ്യത്യാസമായിരുന്നു ആ പാട്ട് ആ സമയത്ത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ വിത്ത് ഇൻസ്ട്രുമെന്റ്സ് പാടിയതാണ്. പിന്നെ ലേറ്റർ മിക്സ് ചെയ്തു AVM RR RR പാടി. RR
ചേച്ചിയുടെ പാട്ട് ഒരു ദേവസംഗീതം പോലെ ഒഴുകി വരുന്ന ഒരു പാട്ടാണ് കരിമിരി കുഴുവിയെ കണ്ടില്ല എന്നുള്ള പാട്ട്. ശരിക്കും അത് എല്ലാവരും ഇപ്പോൾ ദേവസംഗീതം എന്നുള്ള അർത്ഥത്തിൽ ദേവദൂതനിലെ പാട്ടുകൾ പരിഗണിക്കപ്പെടും ഈ കരിമിരി കുരുവിയെ കണ്ടില്ല എന്നുള്ളത് അതേ ഗണത്തിലുള്ള ഒരു പാട്ടാണ്. അതേ ഒരു ഗന്ധർവ സംഗീതം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. ചേച്ചിയുടെ ശബ്ദം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഉണ്ടല്ലോ വേറൊരു ലോകത്ത് നമ്മൾ എത്തുന്ന. ഞാൻ വിദ്യാസാഗർ സാറുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം അതേപോലെ തന്നെ ദേവദൂതനിലെ കരളെ നിൻ കൈപിടിച്ചാലൊക്കെ ചെയ്യുന്ന അത്തരം ഒരു ഫീല് ഈ പാട്ടിലുണ്ട്. അപ്പോ ഞാൻ ചോദിക്കുമായിരുന്നു ഇത് എങ്ങനെയാ സാധിക്കണേ എന്ന് ചോദിക്കുമായിരുന്നു. സാറ് പറഞ്ഞു വിദ്യാജി ഫാനാണല്ലേ കുറച്ച്. അപ്പോ ശരിക്കും എന്റെ എല്ലാം അല്ലേ അതിനകത്ത് ഉണ്ട്. അതൊരു വ്യത്യസ്തമായ സോങ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത് സംസാരിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ആ കരിമിരിക്കുരുവി പാടുന്ന സമയത്ത് ചേച്ചിക്ക് കിട്ടിയ ഒരു അപ്രീസിയേഷൻ എത്രത്തോളം ആണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ചേച്ചി ആ സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് പറയുമോ? കരിമിഴിക്കുരുവി എനിക്ക് അപ്രിസിയേഷൻ അറ്റ് ദ സെയിം ടൈം കുറച്ച് ചീത്തയും തെറിയും കിട്ടിയ പാട്ടാ. ഇൻ ദ സെൻസ് കൊഞ്ചിട്ടുണ്ട് അധികം എന്ന് പറഞ്ഞ്. പക്ഷെ കൊഞ്ചൽ അത് അവരാവശ്യപ്പെട്ടിട്ടാണ് നമ്മള് മാമുണ്ണാൻ വന്നില്ല അവിടെ മാമുണ്ണാൻ വന്നില്ല അങ്ങനെ തന്നെ പാടണം എന്ന് പറഞ്ഞു. ഇങ്ങനെ എന്താ അങ്ങനത്തെ ആ ഒരു എക്സ്പ്രഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് എക്സ്പ്രഷൻ അത് കൊടുത്തത്. പക്ഷെ അതിന് ശേഷം കുറെ പേര് ചേച്ചി ആ കൊഞ്ചൽ വേണം ആ കൊഞ്ചൽ വേണമെന്ന് നമ്മൾ കുറെ പാട്ടിൽ കൊഞ്ചലായിപ്പോയി. എന്നിട്ട് അത് നമ്മൾ സ്റ്റേജിൽ റിപ്പീറ്റ് ചെയ്യാൻ നോക്കുമ്പോ ഞങ്ങള് പാടുന്നു അങ്ങോട്ട് എത്തുന്നില്ല, സുജാത ചേച്ചി പാടിയ പോലെ വന്നില്ല. കാരണം നമ്മൾ ആ സീൻ അത് ചേർന്ന് പോകും. അല്ലാതെ നമ്മൾ പാടുമ്പോൾ നമുക്ക് അങ്ങനെ അത്രയും അധികം പിന്നെ നമ്മൾ എവിടെയെങ്കിലും പാടുമ്പോൾ അത്രയും നമ്മൾ കൊഞ്ചി പാടില്ല. ആ സീൻ വിത്ത് ദ സീക്വൻസ് ഇറ്റ് ഗോസ് വെരി വെൽ. എനിക്ക് വലിയ ഇഷ്ടമുള്ള പാട്ട്. ഈ പറഞ്ഞ പോലെ ആ ഹമ്മിങ്ങും ഭയങ്കര രസമാണ്. അതിൻ്റെ പിക്ചറൈസേഷനും ഈ പറഞ്ഞ പോലെ മഞ്ജുവിൻ്റെ അത് പറഞ്ഞ പോലെ നീ കാവ്യയുടെ ആ മാമുണ്ണാൻ വന്നില്ല ആ സീനൊക്കെ ഭയങ്കര രസമാണ്. അത് ഈക്വലി വെൽ പിക്ചർ ചെയ്ത്. പിന്നെ ഓഫ് കോഴ്സ് അറിയാലോ ലാൽ ജോസ് എന്ന് പറഞ്ഞൊരു ആള് പാട്ട് കൈ കിട്ടിയ പുള്ളി അത് ശരിക്കും മിനുക്കി എടുക്കും. നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. അതെ അതെ. ഹമ്മിങ് അറിയാവോ ആ ഫസ്റ്റിലുള്ള? സൂപ്പർ. അതേപോലെ നമുക്ക് കാതില് ആ ഇൻസ്ട്രുമെന്റ്സും ചേർത്ത് അത് എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഒഴുകി വരുന്ന ചില പാട്ടുകൾ ഇടയ്ക്കൊക്കെ നമുക്ക് കിട്ടും. എൻ്റെ എല്ലാം അല്ലേ വീണ്ടും സ്റ്റേജിൽ പാടുന്ന സമയത്ത് ചേച്ചി നാണിക്കുന്നുണ്ടായിരുന്നു. ഒരു സ്റ്റേജിൽ ദാസേട്ടൻ തന്നെ ഇടപെട്ടിട്ട് പാടിയേ പറ്റൂ, ടേക്ക് റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ട് ദാസേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അത് ആദ്യം പാടിയപ്പോഴാണ് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് സിനിമ വന്നു കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റേജ് ആണത്. അപ്പോൾ അത് ട്രിവാൻഡ്രത്തെ നിശാഗന്ധിയിലാണ് എൻ്റെ ഓർമ്മ. മുഴുവൻ പരിചയക്കാരും നമുക്ക് ഭയങ്കര ചെമ്മല് പോടാന്ന് വിളിക്കാൻ. ദാസേട്ടൻ എങ്ങനെ വിളിക്കും? ദാസേട്ടൻ ഇപ്പുറത്ത് നിന്ന് പാടുക, വേറെ വല്ല കൊച്ചു പിള്ളേരാണെങ്കിൽ ശരി. അപ്പോ എന്ത് പറഞ്ഞാലും അത് വരണില്ല അങ്ങട്. അത് കഴിഞ്ഞ അവസാനം ദാസൻ നിർബന്ധിച്ച് അങ്ങോട്ട് നിൽക്കുക. അപ്പൊ നമ്മൾ മുന്നോട്ട് പോവില്ല ഞാൻ പാടാതിരുന്നത്. അപ്പൊ പിന്നെ അവസാനം വിളിച്ചു. ഇപ്പൊ തന്നെ പറയാൻ പറ്റണില്ല. അപ്പോ അങ്ങനെ റെക്കോർഡിങ്ങിന് ദാസേണില്ലല്ലോ. പക്ഷെ റെക്കോർഡിങ്ങിന് ആക്ച്വലി പറഞ്ഞത് ശ്രീജിയാണ് കേട്ടാ. ഒറിജിനൽ പറഞ്ഞേക്കുന്നത് ശ്രീജിയാണ്. ഞാൻ റെക്കോർഡിങ്ങിന് പോയി അത് പറഞ്ഞു നോക്കിയപ്പോ ഇവരെല്ലാരും ഉള്ളിരുന്ന് ചിരിക്കണുണ്ടോ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോ. അപ്പൊ എനിക്ക് ദേഷ്യം ഞാൻ പറയൂല എന്ന് പറഞ്ഞ് വെച്ചിട്ട് പോയി. അത് വിദ്യാജിയും ലാൽ ജോസൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ശ്രീജി വന്ന് പുട്ടുപോലെ ഒരു 5 മിനിറ്റിൽ അത് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പറയാൻ പറ്റും. അപ്പൊ പിന്നെ അത് നമ്മള് സ്റ്റേജസിൽ അതുപോലെ പാടി തുടങ്ങി. പിന്നെ അത് ലേറ്റ് സ്റ്റേജസിലൊക്കെ നമ്മള് ദാസേട്ടൻ്റെ വലിയൊരു പ്രശ്നമില്ല, അതിങ്ങനെയൊക്കെ വെച്ച് പാടും.